ഇലക്ഷൻ വിജ്ഞാപനം മൂലം PSCയുടെ ചില പരീക്ഷകൾ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് PSCയുടെ ഏറ്റവും പുതിയ അറിയിപ്പ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട പരീക്ഷകൾ എന്ന് പറയുന്നത് ഏപ്രിൽ മാസം നടത്തേണ്ടിയിരുന്ന ഡിഗ്രി പ്രിലിംസ് 2024 പരീക്ഷ, അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ മെയ് മാസം നടത്തേണ്ടിയിരുന്നു. ഓക്കെ, ഈ പറയുന്ന ഏപ്രിൽ മാസം നടത്തേണ്ടിയിരുന്ന ഡിഗ്രി പ്രിലിംസ് മെയ് മാസത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. അതേപോലെ തന്നെ മെയ് മാസം നടക്കേണ്ടിയിരുന്ന പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ ജൂൺ മാസത്തിലേക്ക് നടത്തിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു വാർത്ത ഇങ്ങനെ മാറ്റിവെക്കുന്നു എന്നുള്ളൊരു വാർത്ത PSCക്ക് വേണ്ടി, PSC ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന, അഹോരാത്രം പരിശ്രമിക്കുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികളിലെങ്കിലും ചെറിയ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ഈ പരീക്ഷ എന്നായാലും നടക്കും. അതായത് എന്നായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിന് താമസം വന്നു, ഒരു മാസത്തിന്റെ ഡിലേയിൽ ഈ പരീക്ഷ നടക്കും. അത് ഏപ്രിൽ നടക്കേണ്ടത് മെയ്യിലേക്ക് മാറ്റി, അതുപോലെ മെയ്യിൽ നടക്കേണ്ടത് ജൂണിലേക്ക് മാറ്റി. ഒരു മാസത്തെ ഒരു ഡിലേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യം ഒരു സർക്കാർ ജോലിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മളെ വിഷമിപ്പിക്കുന്ന വാർത്തകൾ വന്നാൽ പോലും നമ്മൾ നമ്മുടെ പഠനം അവസാനിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പഠനത്തിലൊരു ഡിലേ വരുത്താൻ പാടില്ല. നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്തരത്തിൽ നിരാശ വന്നിട്ടുണ്ടെങ്കിൽ, ചില PSC ഉദ്യോഗാർത്ഥികൾക്ക് നിരാശ വന്നിട്ടുണ്ടാകും. അവരുടെ ആ നിരാശ മാറ്റുവാൻ വേണ്ടി, ഒത്തിരി കൂടെ അവരെ ഒന്ന് ഊർജ്ജസ്വലരാക്കാൻ വേണ്ടി നമ്മൾ ആരംഭിക്കുന്ന ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ആണിത്, ഇലക്ഷൻ ചാലഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട്. ഈ മോക്ക് ടെസ്റ്റ് സീരീസിൽ നമ്മൾ നോക്കുന്നത് 2021 മുതൽ PSC നടത്തിയ ചില ചോദ്യപേപ്പറുകളാണ്. അതായത് എല്ലാ ചോദ്യപേപ്പറും നമുക്കിവിടെ വിശകലനം ചെയ്യാൻ പറ്റത്തില്ല. വെറൈറ്റി ചോദ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പറയുന്ന PSC പരീക്ഷ ഉണ്ട്. അങ്ങനെയുള്ള ചോദ്യപേപ്പർ എടുത്തുകൊണ്ടാണ് നമ്മളിവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ആദ്യത്തെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2021 ഓഗസ്റ്റ് 7-ാം തീയതി PSC നടത്തിയ SC ഡെവലപ്മെന്റ് ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് വരാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഓരോ ക്വസ്റ്റ്യനും വായിക്കുന്നു. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ രേഖപ്പെടുത്താനുള്ള സമയവും ഞാൻ തരുന്നു. ഞാൻ 15 സെക്കൻഡ് ആയിരിക്കും ഓരോ ക്വസ്റ്റ്യനും തരിക. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുന്നു, 15 സെക്കൻഡ് തരുന്നു. ആ 15 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ആൻസർ എഴുതുന്നു. അങ്ങനെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും അത്തരത്തിൽ വായിച്ചു പോകും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതൊക്കെയായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടുക, അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് രേഖപ്പെടുത്തി വെക്കുക. എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഘട്ടത്തിൽ അപ്പോൾ നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കണം, നിങ്ങൾ എത്രത്തോളം എത്ര ആൻസർ അല്ലെങ്കിൽ എത്ര ചോദ്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആക്കി എന്നുള്ളത്. അങ്ങനെ താരതമ്യം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുന്ന സീരീസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്യുക. അപ്പോൾ ഏതായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. നോക്കുക, ദ പ്ലൂറൽ ഓഫ് ഫിനോമിനൻ ഈസ്. ഫിനോമിനൻ എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറൽ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ഫിനോമിന എന്ന് കൊടുത്തിട്ടുണ്ട്, ഫിനോമിനൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഫിനോമിന എന്ന് കൊടുത്തിട്ടുണ്ട്, ഫിനോമിനാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 15 സെക്കൻഡ് സമയം തരികയാണ്. നിങ്ങൾ അതിന്റെ ആൻസർ എഴുതുക. ഓക്കെ, അതിനുള്ള സമയം കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം. റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ബൈ ഡാഷ് യുനാനിമസ് ഡിസിഷൻ. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എ ആൻഡ് ദ നൺ ഓഫ് ദീസ്. ഇവിടെ ഞാൻ 15 സെക്കൻഡ് തരികയാണ്. ആൻസർ എഴുതുക. ഓക്കെ, അപ്പോൾ അതിന്റെ സമയം കഴിഞ്ഞു. ഇനി അടുത്തത്, ദ പാസീവ് വോയിസ് ഓഫ് ആർ യു ഓർഗനൈസിംഗ് ദിസ് ഡിബേറ്റ് ഈസ്. അതായത് ഈ പറയുന്ന ആർ യു ഓർഗനൈസിംഗ് ദിസ് ഡിബേറ്റ് എന്നുള്ളതിന്റെ പാസീവ് വോയിസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ സമയം തരികയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അവർ ബോട്ട് ക്ലബ് ഈസ് ട്രൈങ് ടു റേസ് മണി ടു ബൈ എ ന്യൂ ലൈഫ് ബോട്ട്. ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ വി ഡാഷ് 500 letters asking for contributions. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എഴുതാനുള്ള സമയം നിങ്ങൾ എടുക്കുക.
ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നെയ്തർ ലാൽ നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് അറൈവ്ഡ്. ഓപ്ഷൻസ് ഈസ്, ഹാവ്, ഹാസ്, വാസ്. അതിനകത്ത് ഏതായിരിക്കും വരിക? നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആൻസർ എഴുതുക. ഓക്കെ, സമയം കഴിഞ്ഞു. ഇനി അടുത്തത്, രാജു ഈസ് ബിലീവ് ഡാഷ് ഇൻ ഓസ്ട്രേലിയ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ടു ബി ലിവിങ്, ടു ലീവ്, ടു ബി ലിവിങ്, ലിവ്. അപ്പോൾ എഴുതാനുള്ള സമയം ആണിപ്പോൾ. ഓക്കെ, ഇനി അടുത്തത്, നോ സൂണർ ഡാഷ് ദ സ്റ്റേഷൻ ദാൻ ദ ട്രെയിൻ അറൈവ്ഡ്. ഓപ്ഷൻസ് വായിച്ച് കറക്റ്റ് ആൻസർ എഴുതുക. ഓക്കെ, സമയം കഴിഞ്ഞു. ഇനി അടുത്തത്, ഐ ക്യാൻ ഓൾവേസ് റിലൈ ഡാഷ് ഹിം ഇൻ എനി ഡിഫിക്കൽട്ടി. ഓപ്ഷൻസ് വായിക്കുക, ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, സമയം കഴിഞ്ഞു. ഇനി അടുത്തത്, ഗിവ് വൺ വേർഡ് ഫോർ എ റെമഡി ഫോർ ഓൾ ഡിസീസസ്. ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസർ എഴുതുക. ഓക്കെ, ഇനി അടുത്തത്, സിനോണിം ഓഫ് പിൽഫർ ഈസ്. പിൽഫർ എന്ന് പറയുന്ന വാക്കിന് സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വായിച്ചിട്ട് ഏതാണെന്ന് നോക്കി ആൻസർ എഴുതുക. ഓക്കെ, ഇനി അടുത്തത്, ടു ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ് മീൻസ്. ഐഡിയമാണ്. വായിച്ച് നോക്കിയതിന് ശേഷം ആൻസർ എഴുതുക. ഓക്കെ, സമയം കഴിഞ്ഞു. ഇനി അടുത്തത്, ഈസ് ദ നെക്സ്റ്റ് ഡാഷ് ടു ദ ത്രോൺ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുള്ള സമയം കഴിഞ്ഞു. ഇനി അടുത്തത്, ദ ചിൽഡ്രൻ ആർ ഡാഷ് ടു ദ വിസിറ്റ് ഓഫ് ദെയർ ഗ്രാൻഡ് ഫാദർ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തത്, വിച്ച് ഈസ് റോങ്ലി സ്പെൽഡ്. വെക്കേഷൻ, പെർസുവേഷൻ, ഒക്കേഷൻ, കണ്ടംപ്റ്റസ്. അതേതായിരിക്കും ശരിയായി വരിക? ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുള്ള സമയം കഴിഞ്ഞു. ഇനി അടുത്തത്, അൾട്രാ വൈറസ് മീൻസ്. അൾട്രാ വൈറസ് എന്ന് പറയുന്ന ഫോറിൻ വേർഡിന്റെ മീനിങ് ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് വായിക്കുക, ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തത്, ഹി യൂസ്ഡ് ടു ബി പങ്ക്ച്വൽ. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇന്നത്തെ ഏതായിരിക്കും ശരിയായിട്ടുള്ള ടാഗ് വരിക? നോക്കുക, ഓപ്ഷൻസ് നോക്കുക, ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, സമയം കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഷി ആസ്ക്ഡ് രവി ഇഫ് ഡാഷ്. ഇതിനകത്ത് ഏതായിരിക്കും വരിക? ഓപ്ഷൻസ് വായിക്കുക, എന്നിട്ട് ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അതിന്റെ സമയം കഴിഞ്ഞു. ഇനി അടുത്തത്, എ മദർ ഷുഡ് ബി ഏബിൾ ടു ഡാഷ് ഹെർ ചൈൽഡ് ഇൻ ഇൽനെസ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുള്ള സമയം കഴിഞ്ഞു. ഇനി അടുത്തത് കളക്റ്റീവ് നൗൺസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എ ഡാഷ് ഓഫ് ലൈൻസ്, പാക്ക്, ക്ലൗഡ്, ക്ലസ്റ്റർ, പ്രൈഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും വരിക? ആൻസർ എഴുതാൻ ശ്രമിക്കുക.
ഓക്കെ, ഇനി നമ്മുടെ ഈ ചോദ്യപേപ്പറിലെ ഇംഗ്ലീഷിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹിസ് ജോബ് ഈസ് എ ഡാഷ് വൺ. ട്രബിൾ, ട്രബിൾസം, ട്രബിൾ മേക്കിംഗ്, ട്രബിൾ ഷൂട്ടിംഗ്. അതേതായിരിക്കും വരിക? ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിനോടകം തന്നെ ഈ പറയുന്ന ചോദ്യങ്ങളുടെ ആൻസർ, നിങ്ങളുടേതായിട്ടുള്ള ആൻസർ നിങ്ങൾ ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോ കുറിച്ചിട്ടുണ്ടെന്ന് ഞാൻ ധരിക്കുന്നു. ഇനി നമ്മളിന്റെ ശരിയായ ആൻസർ പറയാൻ പോവുകയാണ്, ഒപ്പം തന്നെ എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ദ പ്ലൂറൽ ഓഫ് ഫിനോമിനൻ ഈസ്. ഫിനോമിനൻ എന്ന് പറയുന്ന വാക്കിന്റെ പ്ലൂറൽ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഈ പറയുന്ന ഫിനോമിന അല്ലെങ്കിൽ ഫിനോമിനെ എന്ന് പറയുന്ന എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഫിനോമിനെ ആണ് കറക്റ്റ് ആൻസർ, ഫിനോമിനെ. അടുത്തത്, ദ റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ബൈ ഡാഷ് യുനാനിമസ് ഡിസിഷൻ. ഇതെന്ന് പറയുന്ന ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇതൊക്കെ യുനാനിമസ് എന്നാണ് വന്നിരിക്കുന്നത്. യുനാനിമസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഉച്ചാരണം തുടങ്ങുന്നത് യാ, യു എന്നാണ്. യാ, യു അല്ലേ? ഇതെന്ന് പറയുന്നത് എന്തിന്റെ ശബ്ദമാണ്? കോൺസണന്റ് സൗണ്ട് ആണ്. കോൺസണന്റ് സൗണ്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് എഴുതാവും? എ എഴുതാവും. എ യുനാനിമസ് എന്നാണ് പറയേണ്ടത്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ദ പാസീവ് വോയിസ് ഓഫ് ആർ യു ഓർഗനൈസിംഗ് ദിസ് ഡിബേറ്റ് ഈസ്. ഇതെന്ന് പറയുമ്പോൾ ആക്റ്റീവ് വോയിസ് ആണ്, നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യണം? പാസീവ് വോയിസിലേക്ക് മാറ്റും. ഇവിടെ നോക്കുക, ഇത് എങ്ങനെയുള്ള സെന്റൻസ് ആണ് അല്ലെങ്കിൽ ഏത് ടെൻസ് ആണിത്? ആർ ഓർഗനൈസിംഗ് എന്ന് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് സെന്റൻസ് വരുന്ന സമയത്ത്, ആ ടെൻസ് വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ING നമ്മൾ എന്താക്കണം? ING വന്നിരിക്കുന്ന വെർബിനെ നമ്മൾ ബീയിങ് പ്ലസ് V3 എന്നാക്കണം. ഇതാണ് ബീയിങ് പ്ലസ് V3. ബീയിങ് പ്ലസ് V3 എന്ന് മാറ്റണം. അതായത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴാണ്. ഓക്കെ, പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് ബീയിങ് പ്ലസ് V3 എന്നാക്കണം. അതായത് ഓർഗനൈസിങ് എന്നുള്ളത് ബീയിങ് ഓർഗനൈസ്ഡ് എന്നാവും. അങ്ങനെ ബീയിങ് ഓർഗനൈസ്ഡ് എന്ന് വന്നിട്ടുള്ള വെർബ് ഫോം ഉള്ള സെന്റൻസ് ഏതൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഇവിടെ ബീയിങ് ഓർഗനൈസ്ഡ് എന്നുണ്ട്, ഇവിടെയും ബീയിങ് ഓർഗനൈസ്ഡ് എന്നുണ്ട്, ഇവിടെയും ബീയിങ് ഓർഗനൈസ്ഡ് എന്നുണ്ട്. ഇവിടെ ബീയിങ് ഓർഗനൈസ്ഡ് ആണ്, അപ്പോൾ അത് തെറ്റാണ്, അത് ഞാൻ കളഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇവിടെ ആദ്യം വന്നിരിക്കുന്ന സഹായക്രിയാണല്ലോ, അതേപോലെ ആയിരിക്കണം ഒരു ചോദ്യവാക്യമായതുകൊണ്ട് അത്തരത്തിൽ ആദ്യം തന്നെ പാസീവ് വോയിസിൽ എന്ത് തന്നെ വരണം? സഹായക്രിയ വരണം. ഈ ആർ എന്ന് പറയുന്ന സഹായക്രിയ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? പ്രസന്റിനെ സൂചിപ്പിക്കുന്നു. അതേ സഹായക്രിയ തന്നെ നമ്മുടെ അതേ മീൻസ് ഈസോ, ആമോ, ആറോ അല്ലെ? പ്രസന്റിനെ സൂചിപ്പിക്കുന്ന ഏതൊക്കെ? ഈസ്, ആം, ആർ. അത് തന്നെ വരണം. അതിനകത്ത് ഏതെങ്കിലും ഒന്ന് വരണം. അതെന്തിനെ ആശ്രയിച്ച? ഇത് ഒബ്ജക്റ്റിനെ ആശ്രയിച്ച. കാരണം ഒബ്ജക്റ്റ് അങ്ങ് യുവിന്റെ സ്ഥാനത്ത് വരും. കാരണം ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണല്ലോ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പൊ യുവിന്റെ സ്ഥാനത്ത് ഒബ്ജക്റ്റ് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ദിസ് ഡിബേറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം ഇവിടെ എഴുതേണ്ടത്. ഇവിടെ യു പ്ലൂറൽ ആയതുകൊണ്ട് ആർ എഴുതിയത്. അതുപോലെ ദിസ് ഡിബേറ്റ് ഇവിടെ വരുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള എഴുതണം. അപ്പൊ ദിസ് ഡിബേറ്റ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, നമ്മൾ ഈസ് ആണ് എഴുതേണ്ടത്. ഈസിൽ തുടങ്ങുന്ന ഏതാണ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ആണ്ടേ ഈസിൽ തുടങ്ങി, അപ്പോൾ തന്നെ ബീയിങ് ഓർഗനൈസ്ഡ് എന്ന് വരികയും ചെയ്തു. അങ്ങനെ വന്ന സ്ഥിതിക്ക് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. ഈസ് ദിസ് ഡിബേറ്റ് ബീയിങ് ഓർഗനൈസ്ഡ് ബൈ യു? ആണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കാം, അവർ ബോട്ട് ക്ലബ് ഈസ് ട്രൈങ് ടു റേസ് മണി ടു ബൈ എ ന്യൂ ലൈഫ് ബോട്ട്. അപ്പൊ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഞങ്ങളുടെ ബോട്ട് ക്ലബ് എന്ത് ചെയ്യുന്നു? പൈസ പിരിക്കാൻ ശ്രമിക്കുന്നു. ഇതിനു വേണ്ടി പുതിയൊരു ലൈഫ് ബോട്ട് വാങ്ങിക്കാൻ വേണ്ടി. എന്നിട്ട് ഞങ്ങളുടെ പ്രതീക്ഷയാണ് എന്ത്? ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ, ഈ ഒരു വർഷത്തിന്റെ അവസാനത്തിനകം, എന്ന് വെച്ചാൽ ഇനി നടക്കാൻ പോകുന്ന കാര്യം, ഭാവി കാലത്തിലെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഭാവി കാലത്തിലെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു കാര്യം നടക്കുന്നുവെങ്കിൽ അത് നമ്മൾ ഏത് ടെൻസിലേ പറയാവൂ?
ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലേ പറയാവൂ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ വെർബ് ഫോം എങ്ങനെ ആയിരിക്കണം? വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന് പറയും. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്നത് എവിടെ? ഇവിടെ നോക്കാം, വിൽ ബി ആണ് വന്നിരിക്കുന്നത്. ഇവിടെ വിൽ ഹാവ് എന്ന് വന്നിട്ടുണ്ട്. ഹാവ് മാത്രം മതി. വിൽ ഹാവ് സെൻഡ്, ഇതാണ് കറക്റ്റ് ആൻസർ. വിൽ ഹാവ് സെൻഡ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത് നോക്കാം, നെയ്തർ ലാൽ നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് അറൈവ്ഡ്. നെയ്തർ നോർ വെച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. അപ്പൊ നെയ്തർ നോർ എയ്തർ ഓറോ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന സബ്ജക്റ്റിനെ ആശ്രയിച്ചായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ഹിസ് ഫ്രണ്ട്സ് എന്നാണ്, ഹിസ് ഫ്രണ്ട്സ് പ്ലൂറലാണ്, പ്ലൂറൽ ഫോമാണ് എഴുതേണ്ടത്. പ്ലൂറലായിട്ട് വന്നിരിക്കുന്ന ഹാവ് ഉണ്ട്. ഹാവ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് ഹാവ് എഴുതാം. അപ്പൊ നെയ്തർ ലാൽ നോർ ഹിസ് ഫ്രണ്ട്സ് ഹാവ് അറൈവ്ഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത് നോക്കുക, രാജു ഈസ് ബിലീവ്ഡ് ഡാഷ് ഇൻ ഓസ്ട്രേലിയ. എന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിൽ രാജു ജീവിക്കുന്നു അല്ലെങ്കിൽ താമസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്നർത്ഥമില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ലീവ് അല്ലെ, താമസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തുടർച്ചയാണ്. തുടർച്ചയെ സൂചിപ്പിക്കാൻ ING ഫോം വരണം, അതായത് ലിവിങ് എന്ന് വരണം. അങ്ങനെ ലിവിങ് എന്ന് വന്നിട്ടുള്ളത് ഏതൊക്കെയാ നോക്കുമ്പോൾ ഇവിടെയും ലിവിങ് ഉണ്ട്, ഇവിടെയും ലിവിങ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബീയിങ് ലിവിങ് എന്ന് പറയത്തില്ല, ബീയിങ് ലീവ്ഡ് എന്നേ പറയത്തുള്ളൂ. ഇത് തെറ്റ്. അപ്പൊ പിന്നെ നമുക്കുള്ളത് ഏതാ? ഇതാണ് ശരിയായ ആൻസർ. അടുത്ത ചോദ്യം, നോ സൂണർ ഡാഷ് ദ സ്റ്റേഷൻ ദാൻ ദ ട്രെയിൻ അറൈവ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നോ സൂണർ എന്ന് പറയുന്ന ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ അതെന്താണ്? നെഗറ്റീവ് വേർഡാണ്. അങ്ങനെ നെഗറ്റീവ് വേർഡ് തുടങ്ങുകയാണെങ്കിൽ തുടർന്ന് വരുന്ന ഭാഗം എങ്ങനെ ആയിരിക്കണം? ഇൻട്രോഗേറ്റീവ് സ്റ്റൈലായിരിക്കും, അല്ലെങ്കിൽ അതായത് ചോദ്യ രൂപത്തിലായിരിക്കും. ചോദ്യ രൂപം എന്ന് പറയുമ്പോൾ സഹായക്രിയ ആയിരിക്കണം പിന്നീട് വരേണ്ടത്. ആദ്യം സഹായക്രിയ വരണം. അതായത് നോ സൂണർ നമ്മുടെ നെഗറ്റീവ് വരുന്ന ശേഷം സഹായക്രിയയാണ് വരേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന സഹായക്രിയ തുടങ്ങുന്ന ഏതൊക്കെയാണ്? ഇവിടെ ഒക്കെ വെന്നിൽ തുടങ്ങിയിരിക്കുന്നത് തെറ്റാണ്, ഐയിൽ തുടങ്ങിയിരിക്കുന്നത് ഇതും തെറ്റാണ്. എന്നാൽ നമുക്ക് സഹായക്രിയയിൽ തുടങ്ങിയിരിക്കുന്ന ഹാഡും ഹാവുമാണ്. ഇതാണോ ഇതാണോ അതെന്തിനെ ആശ്രയിച്ചാൽ ഇവിടുത്തെ ടെൻസ് നോക്കുക. ഇവിടെ അറൈവ്ഡ് എന്നാണ് വന്നിരിക്കുന്നത്. അറൈവ്ഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമുക്ക് പാസ്റ്റ് ആയിരിക്കണം വരണം. ഹാവ് പ്രസന്റ് ആണ്, അപ്പോൾ അത് തെറ്റാണ്. എന്നാൽ പാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഹാഡ് ഐ റീച്ച്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഐ ക്യാൻ ഓൾവേസ് റിലേ ഡാഷ് ഹിം ഇൻ എനി ഡിഫിക്കൽട്ടി. പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യം. റിലേ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തേ വരത്തുള്ളൂ? ഓൺ അല്ലെങ്കിൽ അപ്പോൺ ആണ് വരേണ്ടത്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി വൺ വേർഡ് ആണ്, എ റെമഡി ഫോർ ഓൾ ഡിസീസസ്. എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരു റെമഡി. അതെന്താണ്? പനേസ്യ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി പാട്രിമണി എന്ന് ചേർത്ത് എന്തുവാ? പൈതൃകമായിട്ട് നമുക്ക് കിട്ടുന്നതിന് നമ്മൾ പാട്രിമണി എന്ന് പറയുന്നത്. പെർനീഷ്യസ് എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും? ഹാംഫുൾ എന്ന അർത്ഥത്തിലാണ്. ഡേഞ്ചർ അല്ലെങ്കിൽ ഹാംഫുൾ എന്നൊക്കെയാണ് പെർനീഷ്യസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനോരമ നമുക്കറിയാലോ, വ്യൂ എന്നാണ് അർത്ഥം. അപ്പൊ പനേഷ്യ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത സിനോണിം ഓഫ് പിൽഫർ ഈസ്. പിൽഫർ എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ എന്താണ്? മോഷ്ടിക്കുക എന്നർത്ഥം. ഇപ്പൊ സ്റ്റീലാണ് ശരിയായിട്ടുള്ള ആൻസർ. ഡാമേജ്, സ്നാച്ച് എന്ന് വെച്ചാൽ പിടിക്കുക എന്നർത്ഥമില്ല, സ്നാച്ച്, ഡെസ്ട്രോയ്, നശിപ്പിക്കുക. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഇഡിയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ടു ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ്. ടു ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ടു പ്രൈസ് വൺസെൽഫ് എന്നാണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഹീസ് ദ നെക്സ്റ്റ് ഡാഷ് ടു ത്രോൺ. അതായത് ഇനി അടുത്ത കിരീടാവകാശി. അവകാശി എന്നൊരു അർത്ഥമാണ് വരേണ്ടത്. അവകാശി എന്നൊരു അർത്ഥം വരണമെങ്കിൽ ഏത് ആണ് വരേണ്ടത്? ഈ പറയുന്ന എയർ ആണ് വരുന്നത്. എയർ നമുക്കറിയാം വായു. ഈ ഹെയർ എന്ന് വെച്ചാൽ എന്തുവാ? മുയലിന് സമാനമായിട്ടുള്ള ജീവി, ജന്തു, അതാണ് ഹെയർ. ഈ ഹെയർ നമുക്കറിയാമല്ലോ, തലമുടി. ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത് നോക്കാത്ത, ചിൽഡ്രൻ ആർ ഡാഷ് ദ വിസിറ്റ് ഓഫ് ദർ ഗ്രാൻഡ് ഫാദർ. കുട്ടികൾ എന്ത് ചെയ്തിരിക്കുകയാണ്? അവരുടെ ഗ്രാൻഡ് ഫാദറിന്റെ വിസിറ്റിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് അർത്ഥം. അപ്പൊ നമ്മൾ എന്തെങ്കിലും ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? ലുക്കിംഗ് ഫോർവേഡ് ടു. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഈ ലുക്ക് ഫോർ എന്ന് വെച്ചാൽ എന്തുവാ? സെർച്ച് എന്ന, അന്വേഷിക്കുക. ലുക്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലം സന്ദർശിക്കുന്നതിനാണ് നമ്മൾ ലുക്കിൻ എന്ന് പറയുന്നത്. ലുക്കപ്പ് എന്ന് വെച്ചാൽ എന്താ? ഏതെങ്കിലും ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ഡിക്ഷണറിയിലോ നമ്മൾ ഏതെങ്കിലും വിവരം വായിച്ച് മനസ്സിലാക്കുന്നത് നമ്മൾ ലുക്കപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്, ലുക്കിംഗ് ഫോർ. അതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഇസ് റോങ്ലി സ്പെൽഡ്. ഈ തന്നിരിക്കുന്നത് ഏതാണ് തെറ്റായ സ്പെല്ലിംഗിൽ കൊടുത്തിരിക്കുന്നത്? ഏതാണ്? പെർസ്വാഷൻ. എന്താണ് പ്രശ്നം? ഈ യുവിന് പകരം ഇ ആയിരുന്നു വരേണ്ടത്. ഓക്കെ. ഈ കണ്ടംപ്റ്റസ് എന്ന് വെച്ചാൽ എന്താ? വെറുപ്പുളവാക്കുന്ന അല്ലെങ്കിൽ പുച്ഛമുള്ള എന്നൊക്കെ അർത്ഥത്തിലാണ് കണ്ടംപ്റ്റസ് കൊണ്ട്. ഒക്കേഷനൊക്കെ നമുക്കറിയാം. ഇനി അടുത്തത് ഫോറിൻ വേർഡാണ് അൾട്രാ വൈറസ്. അൾട്രാ വൈറസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ബിയോണ്ട് വൺസ് പവേഴ്സ്. ഇതാണ് കറക്റ്റ് ആൻസർ.
ഹി യൂസ് ടു ബി പങ്ക്ച്വൽ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും വരിക? ഇവിടെ യൂസ്ഡ് വന്ന സ്ഥിതിക്ക് ഡിഡ് ആണ് വരേണ്ടത്. ഇനി ഇത് പോസിറ്റീവ് ആയിരുന്നു നെഗറ്റീവ് ആണ്. അപ്പോൾ ഡിഡിൻറ്റ് എന്ന് വരണം. അപ്പോൾ ഡിഡിൻറ്റ് ഹി ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് എന്താണ്? ഷി ആസ്റ്റ് രവി ഇഫ്. ആസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാസ്റ്റ് ആണ്. അതുകൊണ്ട് ഇനി വരേണ്ടത് പാസ്റ്റ് ആയിരിക്കണം. എല്ലാ വെർബും പാസ്റ്റ് ആയിരിക്കണം. ഇവിടെ നോക്കുമ്പോൾ വുഡ് പാസ്റ്റ് ആണ്, മെൻറ്റും പാസ്റ്റ് ആണ്. ഇവിടെ വില്ല് ഫ്യൂച്ചർ ആണ്, ഇവിടെ മെൻറ്റ് പാസ്റ്റ് വന്നു, പക്ഷെ ഫ്യൂച്ചർ ഇവിടെ വന്നിട്ട് തെറ്റ്. ഇവിടെ വുഡ് ഓക്കെ ആണ്, പക്ഷെ ഇവിടെ പ്രസന്റ് ആ വന്നിരിക്കുന്നത്. അപ്പൊ ഇതുണ്ട്. ഇവിടെ നോക്കാം, ഇവിടെ വില്ല് ഫ്യൂച്ചർ ആണ്, ഈസ് പ്രസന്റ് ആണ്, പാസ്റ്റ് ടെൻസ് വന്നിട്ടില്ല. എന്നാൽ ഇവിടെ രണ്ട് പാസ്റ്റ് വന്നിരിക്കുന്നത് വുഡ് മെന്റ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ആൻസർ. അടുത്ത് എ മദർ ഷുഡ് ബി ഏബിൾ ടു ഡാഷ് ഹെർ ചൈൽഡ് ഇൻ ഇൽനെസ്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് കുട്ടികൾ അസുഖം എന്ന സമയത്ത് ആ കുട്ടിയെ ശുശ്രൂഷിക്കാൻ അമ്മ ഏബിൾ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ശുശ്രൂഷിക്കുക എന്നൊരു വരുമ്പോൾ നമ്മൾ നഴ്സ് പറയാറുണ്ട്. പക്ഷേ അതിന് സമാനമായിട്ട് നമുക്ക് ഡോക്ടറായിട്ട് പറയാം. ഡോക്ടർ ഇവിടെ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡോക്ടർ നമുക്ക് വെർബായിട്ട് നൗണായിട്ട് ഉപയോഗിക്കും. ഇവിടെ വെർബാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടറാണ് കറക്റ്റ് ആൻസർ. അടുത്ത കളക്റ്റീവ് നൗൺസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എ ഡാഷ് ഓഫ് ലൈൻസ്. ലൈൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന കളക്റ്റീവ് നൗൺ റൈഡാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. പാക്ക് നമുക്കറിയാം, എ പാക്ക് ഓഫ് വൂൾസ്. എ ക്ലൗഡ് ഓഫ് എന്തായിരിക്കും? ഡസ്റ്റ്. എ ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹിസ് ജോബ് ഈസ് എ ഡാഷ് വൺ. എന്തായിരിക്കും? ട്രബിൾസം ആണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടി എന്നുള്ളത്. അതെന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം അടുത്ത മോക്ക് ടെസ്റ്റുമായി വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.